അഭിയന്ന ബാവ തിരുമേനി, ഏറ്റവും ആദരണീയയായ ദിവ്യ എസ് അയ്യർ, അഭിയന്ന ക്രിസോസ്റ്റമോസ് തിരുമേനി, കൂർലോസ് തിരുമേനി, പോളികാർപ്പസ് തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, സഭാ നേതൃത്വങ്ങളെ, കൂടിയിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ഏറ്റവുമധികം സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള പടയൊരുക്കങ്ങൾ, ഇത് വലിയൊരു ആവേശമായി പല സംഘടനകളും ഏറ്റെടുക്കുകയും അതിന് പലതരത്തിലുള്ള കൂട്ടയോട്ടം മുതലുള്ള ഓട്ടങ്ങൾ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ആദ്യം ചിലതിലൊക്കെ എനിക്ക് സഹകരിക്കേണ്ടി വന്നു. പിന്നീട് ഞാൻ എന്നെ വിളിക്കുന്നവരടുത്ത് പറയും, ഇങ്ങനെ ഓടിയിട്ടൊരു കാര്യവുമില്ല. കാരണം ഇതൊരു പ്രഹസനമാണ്, എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യണം എന്നുള്ള ഒരു വരുത്തി തീർക്കൽ ആയിട്ട് ഇതിനെ കണ്ടുകൊണ്ട് സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ സുഹൃത്തും എൻ്റെ തൊട്ടു താഴെ പഠിച്ചു വന്ന ശ്രീ ബിജു എൻ്റെ അടുത്ത് ബാവ തിരുമേനിയുടെ വലിയൊരു ആഗ്രഹവും ഇതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയും മനസ്സിലാക്കിയപ്പോൾ തീർത്തും ഇതൊരു സമ്മേളനമായിട്ടല്ല ഞാൻ കാണുന്നത്. ശരിയാണ്, പ്രൗഢഗംഭീരമായ വേദിയും സദസ്സുമൊക്കെ വളരെ മനോഹരവും വളരെ സുഗന്ധം പരത്തുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും എനിക്കിതിനെ ഒരു പടയൊരുക്കമായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നത് ആരും ഈ ലഹരിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടിയവരല്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല അത്തരത്തിലുള്ള ആൾക്കാർ ഒരു സമ്മേളനത്തിലും നമ്മൾ ലഹരിക്കെതിരെ സംസാരിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നവർ അവരാരും ഇതറിയുന്നില്ല, അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു വലിയൊരു വിഷമകരമായ കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ക്രമീകരിക്കുന്നു എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ ഒരുക്കത്തിലെ സേനാപതികളായിട്ടാണ് അല്ലെങ്കിൽ പടയാളികളായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എനിക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ചിലരെങ്കിലും പറയും, അത് നമുക്ക് പറ്റിയ പണിയല്ലല്ലോ. ഇവിടെ വന്നപ്പോൾ എൻ്റെ അധ്യാപകനും എൻ്റെ ഗുരുവുമായ മാമച്ചൻ സാറ് എന്നെ മലയാളം സാഹിത്യം ഒക്കെ എനിക്ക് പറഞ്ഞു തന്ന പി ഭാസ്കരൻ മാഷയെക്കുറിച്ചും കവിതകളെക്കുറിച്ചും വിഷ്ണുനാരായണൻ നമ്പൂരി ഒക്കെ എനിക്ക് ഏറ്റവും ഹൃദയസ്ഥമാക്കി തന്ന എൻ്റെ അധ്യാപകൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനം ഉണ്ടാകുന്ന കാര്യങ്ങളോടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, ഞാൻ എഴുത്തും വായനയൊക്കെ നിർത്തിയിട്ട് ഞാനിനി ഇപ്പോൾ ലഹരിക്ക് എതിരെയുള്ള ഒരുപാട് സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാരെ അതിനുവേണ്ടി പിന്നിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു പടയാളിയുടെ ഏറ്റവും വലിയ യോഗ്യതയായിട്ട് എനിക്ക് കാണുന്നത്. അപ്പം അത്തരത്തിലുള്ള പടയൊരുക്കങ്ങൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്നുള്ളതായിരിക്കണം ഇന്നത്തെ ഈ കോൺക്ലേവിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു വരുമ്പോൾ ഓരോരുത്തരും. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ പലപ്പോഴും പലരും പറയും, നമുക്ക് ഇതിന് സമയമുണ്ടോ, പള്ളിയും പട്ടക്കാരും ഒക്കെ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ മറ്റു സുവിശേഷ വേലകളുമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതിനെങ്ങനെയാണ് സമയം? ഈ സമയത്തിനെക്കുറിച്ച് മാത്രം പറയാനായിട്ടാണ്, എൻ്റെ തിരക്കുകളെക്കുറിച്ച് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ രാത്രി 1:30 മണിക്ക് തിരുവല്ല വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയ ആളാണ് ഞാൻ. വെളുപ്പിനെ ഞാൻ ബാബതിരുമേനടുത്ത് പറയാമായിരുന്നു, 5 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് എനിക്കിഷ്ടമാണ്. ഒരിക്കലും ഒരു ലഹരിയിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു എക്സസൈസ് പറ്റത്തില്ല. ഒരു പ്രഭാതം കാണാതെ ഒരു ദിവസത്തേക്ക് ഉണരാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നത് തന്നെയാണ് ലഹരിയിൽ നിന്ന് മാറി നടക്കുവാനായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. കാരണം എൻ്റെ എഴുത്തുകളും എൻ്റെ സിനിമാ ചിന്തകളും എൻ്റെ ആലോചനകളും എൻ്റെ വായനകളും ഒക്കെ വളരെ ഏർലി മോർണിംഗാണ്. ഞാനൊരു 8 മണിക്കൊക്കെ ഞാൻ അത്താഴം കിട്ടിയാൽ കിടന്നുറങ്ങാൻ തയ്യാറായിട്ടൊരാളാണ്. അപ്പോൾ ഒരു 3 മണിക്കോ 4 മണിക്കോ ഒക്കെ എനിക്ക് എഴുന്നേറ്റ് വായിക്കാം, അല്ലെങ്കിൽ എഴുതാം. എൻ്റെ ജോലികൾ കർമ്മനിരതനായിട്ട് എനിക്ക് എൻ്റെ ജോലികളിലൂടെ കടന്നു പോകാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വന്നു എന്ന് പറയുന്നത്, എന്നോട് കാണിക്കുന്ന, പ്രത്യേകിച്ച് ബാവ തിരുമേനി കഴിഞ്ഞ നാളുകളായി എന്നോട് കാണിക്കുന്ന വലിയൊരു സ്നേഹവും താല്പര്യമുണ്ട്.
സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ തരത്തിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരെ ഒരുക്കുന്നതിൽ എൻ്റെ പങ്ക് എന്ന് പറയുന്നതാണ് എൻ്റെ ഇന്നത്തെ ഇവിടുത്തെ ഞാൻ ഇവിടെ എത്തുന്നു എന്ന് പറയുന്നത് പോലും. അതാണ് എൻ്റെ ഒരു മിഷൻ, എൻ്റെ ദൗത്യം. ഞാൻ ബിജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് വന്നാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ മറ്റൊന്ന്, പലരും ചലച്ചിത്ര രംഗത്താണ് ഏറ്റവും കൂടുതൽ ലഹരി എന്ന് ഒരു പരക്കെ ഒരു സംസാരമുണ്ട്. അതിൻ്റെ മുഖ്യമായ കാരണം ചലച്ചിത്ര രംഗത്തുള്ളവർ അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവർ സംസാരിക്കുന്നതും ഒക്കെ ഈ മാധ്യമത്തിൻ്റെ മുന്നിൽ പെട്ടെന്നെത്തുകയും അത് സംസാര വിഷയമാകുന്നത് സമൂഹത്തിനും കേൾവിക്കാരെ കൂട്ടുവാനായിട്ടുള്ള ഒരു മീഡിയ അറ്റൻഷൻ കൂടുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ തിരുമേനി നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ കാഴ്ച എന്ന ആദ്യത്തെ സിനിമ ഇറങ്ങിയപ്പോൾ, അപ്പോൾ ഞാൻ ആദ്യമായ ഒരു സംവിധായകനായതാണ്. അതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ വളരെ തണുത്ത പോസ്റ്ററുകളാണ്. അപ്പം അത് ഡിസൈൻ ചെയ്തൊരാൾ ഒരു മമ്മൂട്ടി ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റർ ഇറക്കി. ആ സിനിമയിൽ അദ്ദേഹം ബീഡി വലിക്കുന്നില്ല. ഞാൻ അന്താളിച്ചു, കാരണം എൻ്റേതല്ലാത്തുള്ളൊരു സ്റ്റില്ല്. കാരണം ബീഡി വലിച്ച് ഒരു നായകനുണ്ടെങ്കിൽ മാത്രമേ സിനിമ കാണുള്ളൂ എന്ന് തോന്നുന്ന ഒരു അനുഭവം ആ കാലത്ത് 2004 കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില തെറ്റായ ധാരണകൾ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പലർക്കും ഈ ഭാവന എന്ന് പറയുമ്പോൾ ഒരാളെങ്ങനെയാണ് വെറുതെ കുത്തിയിരുന്ന് ഇങ്ങനെ കുറേ ആൾക്കാരെ ഒരു സമൂഹത്തിനെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അയാളല്ലാതായി മാറണം. അയാളിലേക്ക് ലഹരി ചെന്ന് കയറുമ്പോൾ ആ ലഹരിയുടെ ഉന്മാദത്തിൽ അറിയാതെ സൃഷ്ടിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അതിൽ കൂടെ ഉണ്ടാകുന്നതാണ് എന്നുള്ള ഒരു അബദ്ധധാരണ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കുണ്ടാവാം. അല്ലെങ്കിൽ അത്തരം ചില ഒരു അലൂസിനേഷനിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു യാത്രയിൽ, ട്രാവലിൽ ചിലപ്പോൾ അബദ്ധത്തിൽ ചില ചിന്തകളൊക്കെ വന്നു ചേരാം. പക്ഷേ ഇതൊന്നും തുടർച്ചയായി നമ്മളിൽ സംഭവിക്കുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്. വളരെ ഒരു സാക്ഷ്യം പറയുന്ന പോലെ പറയുകയാണെങ്കിൽ, ഞാൻ 8 സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ 8 സിനിമയിലും ഒരാളെങ്കിലും ഒരു മദ്യപിച്ചിട്ടെങ്കിൽ പോലും എൻ്റെ സെറ്റിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്തരത്തിലാണ് ഞാൻ ആ ടീമിനെ നയിക്കുന്നത്, അത്തരത്തിലായത് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള ഒരു വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ലഹരിയെക്കുറിച്ച് വളരെ ചർച്ചകൾ നടന്ന സമയത്ത് ഓർത്തഡോക്സ് സഭയിലെ തന്നെ, അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും, വളരെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട്, എല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെയാണ്, വിളിച്ചു ചോദിച്ചു, നമുക്ക് ഇതിനെതിരെ ഒരു സിനിമ എടുത്താലോ, അത്തരം ഒരു സബ്ജക്റ്റ് നമുക്ക് തയ്യാറാക്കിയാലോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്തരം ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നവരാരും കാണത്തില്ല, വീട്ടിലിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കാണത്തുള്ളൂ, അതുകൊണ്ട് എത്തേണ്ടിയവരിൽ എത്തുന്നില്ല. അപ്പം ഒരു കല എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തുന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, 2005 ഡിസംബർ 16 തന്മാത്ര എന്ന സിനിമ റിലീസാകുന്നത്. ഡിസംബർ 23 കഴിഞ്ഞപ്പോൾ, അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ, ക്രിസ്മസ് കഴിഞ്ഞ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അയർക്കുന്നത്തു നിന്ന് ഒരു ബാബു പറയുന്നത്, കഴിഞ്ഞ വർഷങ്ങളായിട്ട്, ഏതാനും വർഷങ്ങളായിട്ട് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു. സ്ഥിരമായ മദ്യപാനം, കാരണം അവിടെ മദ്യപിക്കാൻ പറ്റാത്ത സൗദിയിലോ മറ്റോ ആയിരുന്നുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായി മദ്യപിക്കുന്നു. മാതാപിതാക്കളെ നോക്കാറില്ല. പലപ്പോഴും പോട്ട പോലുള്ള ഡി-അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയിട്ട് പോലും നാട്ടിൽ വന്ന കൂട്ടുകാരുമായിട്ട് കള്ളു കുടിച്ച് നടക്കുക എന്നുള്ളതാണ് ആ ഗൾഫ് മലയാളിയുടെ ഒരു രീതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ കോട്ടയം ആനന്ദ് തിയേറ്ററിൽ ഡിസംബർ 23 തന്മാത്ര എന്നൊരു സിനിമ കാണുന്നു. ആ സിനിമ കണ്ടിട്ട് അയാൾക്ക് സിനിമ കഴിഞ്ഞിറങ്ങിയിട്ട് അയാളൊരു ബസ്സിന് കാത്തു നിന്നില്ല, ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. 2 മക്കളുണ്ട്. ആ മക്കളെ ഉമ്മ വെച്ചു. ആ മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അന്നാണ് അദ്ദേഹം അറിയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് മാറി ജീവിച്ച അയാൾ പറഞ്ഞു, എൻ്റെ അപ്പന് വലിയ വാദം വലിയ അസുഖങ്ങളൊന്നുമില്ല, പക്ഷേ പിറ്റേ ദിവസം ചൂടുവെള്ളം ഉണ്ടാക്കി കുഴമ്പ് പുരട്ടി ഞാൻ അപ്പച്ചനെ കുളിപ്പിച്ചു. അയാൾ ഇന്ന് അയർലൻഡിലാണ് ഫാമിലിയോടുകൂടി. എല്ലാ ഡിസംബർ മാസങ്ങളിലും എന്നെ വിളിക്കാറുണ്ട്.
ആ സിനിമയിൽ ഞാൻ ഒരിടത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല കള്ളു കുടിക്കല്ലേ, സിഗരറ്റ് വലിക്കല്ലേ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചത് ബന്ധങ്ങളെക്കുറിച്ചാണ്. എന്നോടൊപ്പം ജീവിക്കുന്ന എൻ്റെ സമൂഹം, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, അവരുടെ വളർച്ച, അവരുടെ ഭാവി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കലകളാണ് കൃത്യമായി നമുക്ക് എത്തിക്കുവാൻ കഴിയുന്നത്. അപ്പം തീർച്ചയായിട്ടും അത്തരമുള്ള ഒരു രീതിയിലുള്ള സിനിമകളിലൂടെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ സമൂഹം അതിനെ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു വിഷയമുണ്ട്. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു, കൽക്കട്ട ന്യൂസ് എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ട് ഞാൻ എറണാകുളത്തൊരു പ്രസ് മീറ്റ് നടത്തുമ്പോൾ ഇതുപോലെ പ്രസ് ക്ലബിലുള്ള ആൾക്കാരിൽ ഒരാൾ, ഒരു പത്രപ്രവർത്തകൻ എഴുന്നേറ്റ് ചോദിക്കുക, എല്ലാ സിനിമകളിലും ഇങ്ങനെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അത് എൻ്റെ മാത്രം വാശിയല്ലല്ലോ, നിങ്ങളും ഒക്കെ വാശി പിടിക്കേണ്ടിയല്ലേ, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വാശി പിടിക്കേണ്ടിയാണ്. നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട് എന്നുള്ളത് അതൊരു ചലച്ചിത്രകാരൻ്റെ മാത്രം കടമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് ലഹരിയിൽ നിന്ന് നമുക്ക് സമൂഹത്തിനെ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയെ നമുക്ക് എങ്ങനെയാണ് രക്ഷിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു ശാസ്ത്രീയമായി ചിന്തിക്കേണ്ട വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അടുത്ത് സിനിമ നിർമ്മിക്കാം എന്ന് പറഞ്ഞു വന്ന അദ്ദേഹം മുൻപ് ചെയ്തിട്ടുള്ള ഒരാളൊന്നുമല്ല, വലിയൊരു ബിസിനസ്സുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്, സിനിമയല്ല. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ ദിവ്യ ഒരു മെഡിക്കൽ ഡോക്ടറും കൂടെയാണ്. അപ്പം എന്നെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ അവർക്ക് മാഡത്തിന് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നൊരു വിഷയമാണ്. നമ്മളുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഞാനൊരു സുവോളജി പഠിച്ച ആളായതും കൊണ്ടുകൂടെ ആയിരിക്കാം. ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മളെന്തിനാണ് ശ്വാസം എടുക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം. എല്ലാവരും പറയും ഓക്സിജൻ വലിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നു എന്ന് പറയുന്ന പ്രക്രിയ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ലങ്സിലോട്ട് ഈ ഓക്സിജൻ ചെന്ന് കയറിയിട്ട് നമ്മുടെ ബ്ലഡുമായിട്ട് എങ്ങനെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, നമ്മുടെ എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് അറിയുന്ന എത്ര പേര് ഈ സമൂഹത്തിലുണ്ട്. ഇത് മനസ്സിലാക്കി കൊടുക്കണം. ഇത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും, ഈ വിഷമുള്ള പുകകൾ നമ്മുടെ ശരീരത്തിലോട്ട് ലങ്സിലോട്ട് ചെല്ലുമ്പോൾ ഈ പ്രക്രിയകളിലൂടെ നമുക്ക് തകരാറാകുന്ന, അങ്ങനെ ഓരോ പാർട്ടുകളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മൾ ഈ വഹിച്ചുകൊണ്ട് വന്ന് ഈ ശരീരം എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ബാക്കി എല്ലാ രാഷ്ട്രീയവും അറിയാം, ഓരോ പാർട്ടിയുടെ രാഷ്ട്രീയം അറിയാം, നമ്മുടെ അയൽവക്കക്കാരൻ്റെ രാഷ്ട്രീയം അറിയാം, അല്ലേ, അവരുടെ നല്ലതും ചീത്തയും അല്ലാത്ത എല്ലാ കാര്യം അറിയാം. എൻ്റെ ശരീരത്തിനെക്കുറിച്ച് മാത്രം എനിക്കറിയത്തില്ല. അത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. സുവോളജി പഠിച്ച എനിക്ക് പോലും അന്നേരം അറിയത്തില്ലായിരുന്നു. ഞാനിത് ഒരുപാട് പേര് AR റഹ്മാൻ്റെ അടുത്ത് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ശ്വസിക്കുന്നതെന്ന് അറിയാമെന്ന്. അതിൻ്റെ ഒരു സാങ്കേതികമായി ഉണ്ടാകുന്ന എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓക്സിജൻ കിട്ടാതെ ശ്വാസം അത് മരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്നവർ ഈ ഓക്സിഡേഷനെക്കുറിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അത് ഏറ്റവും പുകവലി കൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ ലങ്സിന് സംഭവിക്കാവുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു തന്നെ. ഡോക്ടറിന് അത് കാരണം അത്തരത്തിലുള്ള ഒരു അവബോധം നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുമ്പോൾ നമുക്കറിയാം, കുറച്ച് കടലാസിട്ട് പുകയ്ക്കുമ്പോൾ പോലും നമുക്ക് ശ്വാസം മുട്ടുന്നു. ഈ ശ്വാസം മുട്ടുന്നെന്നുള്ളതല്ല, ഈ ശ്വാസം മുട്ടുന്ന എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു സാങ്കേതികമായ അവസ്ഥകൾ ഇവിടുത്തെ എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളും അറിഞ്ഞിരിക്കുമ്പോൾ ഈ ശ്വാസത്തിൻ്റെ കൂടെ ഈ ഓക്സിജൻ്റെ കൂടെ ഈ വിഷം കലർന്ന പുകകൾ അകത്തോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിനെ ബാധിക്കുന്നതെന്ന് അറിയണം. അതറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഭയം തോന്നും. നമ്മുടെ ശരീരം എങ്ങനെയൊക്കെയാണ് ഓടുന്നത്, നമ്മുടെ ലിവർ എങ്ങനെയാണ്, കിഡ്നി എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് അത്രയെങ്കിലും അത് എനിക്ക് തോന്നുന്നു സർക്കാർ തലത്തിൽ പോലും ചിന്തിക്കേണ്ട കാര്യമാണ്. എൻ്റെ ചെറിയ ചില എന്താ പറയുക, എനിക്കിതിനെക്കുറിച്ച് വലിയൊരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. പലപ്പോഴും പല തിരക്കുകളും നമ്മുടെ തൊഴിലും അതല്ലാത്തത് കൊണ്ടായിരിക്കാം. കുറച്ചുകൂടെ കൊമേഴ്സ്യൽ ഈ ഒരു സിനിമ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ പുറകെ നടക്കുന്നത് ആയതുകൊണ്ടും കൂടെ ആവാം. അപ്പോൾ അത്തരത്തിലുള്ള അവയർനെസ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും ഇതിനൊക്കെ എതിരായിട്ട്
ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു വലിയൊരു പോരാട്ടം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സഭയുടെ ഒരു വലിയ ദൗത്യമാണ്. നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നമ്മളുടെ വരുന്ന തലമുറയെ സമൂഹത്തിൻ്റെ മാത്രമല്ല സഭയുടെയും ആത്മീയതയുടെയും ഒക്കെ നഷ്ടങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, കാരണം അവരുടെ പ്രാർത്ഥനകളാണ് എല്ലാത്തിൽ നിന്നും, കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഇവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് സമൂഹത്തിന് ഏറ്റവും കാർന്നു ഒരു വലിയൊരു വിഷമായി കാണുവാൻ, അതുകൊണ്ട് തന്നെ ഇവിടെ കേൾക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ബാബുതിരുമേനി ഒരു പ്രതിജ്ഞ എടുപ്പിച്ചിട്ട് ഇവരെയൊക്കെ വിടാവൂന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു 10 പേരടുത്തെങ്കിലും നിങ്ങൾ സംസാരിക്കണമെന്നുള്ളത്, 10 കുഞ്ഞുങ്ങളുടെ അടുത്തെങ്കിലും സംസാരിക്കേണ്ട ഒരു ചുമതല. അങ്ങനെ ഒരു വലിയൊരു അത്ര തന്നെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു യുദ്ധം തന്നെയാണ്. ആ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ നിങ്ങളെല്ലാം വലിയ പടയാളികളും സേനാനായകരുമായി തീരട്ടെ. എനിക്ക് എൻ്റെ ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ളൊരവസരവും എനിക്ക് എൻ്റെ ഇതിനോടുള്ളൊരു യജ്ഞമായിട്ടും കടമയായിട്ടും കർമ്മമായിട്ടും ഒക്കെ ഞാൻ കരുതുകയാണ്. ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.